ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ച മംഗള എക്സ്പ്രസിൽ AC പ്രവർത്തിക്കുന്നില്ല. യാത്രക്കാർ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി. മധ്യപ്രദേശിലെ ബിന സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ബി ബാലഗോപാൽ നൽകും വിവരങ്ങൾ. ബാലു, AC കമ്പാർട്ട്മെന്റിൽ കോച്ചിലുള്ള ആളുകൾ ആണോ പ്രതിഷേധിക്കുന്നത്? എത്ര നേരം യാത്ര തിരിച്ച് എത്ര നേരമാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്? എന്താണ് സാങ്കേതികമായി പറയുന്ന കാര്യങ്ങൾ, വിവരങ്ങൾ? പ്രതീക്ഷ, ഇന്ന് രാവിലെ 5:30 ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ച മംഗള എക്സ്പ്രസിലാണ് ഈ AC പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് യാത്രക്കാരുടെ ശക്തമായ പ്രതിഷേധവും മറ്റും ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഡൽഹിയിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുമൊക്കെ 45 ഡിഗ്രിക്ക് പുറത്താണ് ഈ താപനില ഉള്ളത്. കനത്ത ചൂടാണ്. ഈ ചൂട് നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ന് ഈ യാത്ര തിരിച്ച ഈ ട്രെയിനിലെ മുഴുവൻ AC കമ്പാർട്ട്മെന്റുകളിലും AC പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ട്രെയിൻ തിരിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ യാത്രക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ പ്രതിഷേധം ഉണ്ടായെങ്കിലും ഝാൻസിക്ക് ശേഷമാണ് പ്രതിഷേധം വളരെ ശക്തമാകുകയും തുടർന്ന് തീവണ്ടി ബിന സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ ഈ ചങ്ങല വലിച്ച് യാത്രക്കാർ ഈ വണ്ടി നിർത്തുകയും പിന്നീട് റെയിൽവേ ജീവനക്കാരുമായി, അതായത് സ്റ്റേഷനിലെ ജീവനക്കാരുമായൊക്കെ വലിയ ട്രെയിനിലെ യാത്രക്കാരൻ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജോർജ് ഗിരി എന്നാണ് പേര്. ജോർജ് ഗിരി, എത്ര നേരമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചൂട് അനുഭവിക്കേണ്ടി വന്നു? ഈ AC പ്രവർത്തിക്കത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കേരളമൊക്കെ അനുഭവിച്ച ചൂടിനും അപ്പുറത്തേക്കാണ് ഇപ്പോൾ അങ്ങോട്ടൊക്കെ പോകുമ്പോഴുള്ളത്. എന്തായിരുന്നു ഉണ്ടായ ദുരനുഭവങ്ങൾ? ക്ലിയർ ചെയ്തോ കാര്യങ്ങൾ? ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് രാവിലെ 5:35 പുറപ്പെട്ടതാണ്. അപ്പോൾ അന്നേരം പുറപ്പെടുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ AC ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ AC പോയതാണ്. അപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലാ കമ്പാർട്ട്മെന്റിലും, ഈ ട്രെയിനിലെ എല്ലാ കമ്പാർട്ട്മെന്റിലും ഇത് തന്നെയാണ് പ്രശ്നം. ഒരിടത്തും AC ഇല്ല. എല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, നിൽക്കും. അങ്ങനെ വന്ന് ഇപ്പം ഞങ്ങൾ ബിന സ്റ്റേഷന്റെ അടുത്ത് എത്തിയപ്പോഴാണ് പ്രശ്നം ഭയങ്കര രൂക്ഷമായി. ഇപ്പോൾ ആൾക്കാർ ചെയിനൊക്കെ പിടിച്ച് വലിച്ചു വണ്ടി നിർത്തി. അവർ ആദ്യം പോയി സ്റ്റേഷൻ മാസ്റ്റർ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ ശേഷം ഇവർ ട്രെയിൻ അങ്ങ് എടുക്കും. ട്രെയിൻ എടുക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഓടി തിരിച്ചു വന്ന് ട്രെയിനിൽ വന്ന് കയറും. അപ്പോഴത്തേക്ക് അങ്ങനെ വന്നപ്പോൾ അവർ ചെയിൻ വലിച്ചു കഴിഞ്ഞപ്പം വണ്ടി നിന്നു. അപ്പോഴും ഇവർ വന്ന് നോക്കിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാതെ ഇരുന്നപ്പോൾ വീണ്ടും ചെയിൻ വലിച്ചു. വീണ്ടും ട്രെയിൻ എടുത്തപ്പോൾ അങ്ങനെ ആണ് വലിയ ബഹളമൊക്കെ ആയി. അങ്ങനെ നിന്ന് അത് കഴിഞ്ഞും ഇപ്പോഴും ഇത് കംപ്ലൈന്റ് ഒന്നും തീർത്തിട്ടില്ല. അവർ വണ്ടി വിട്ടു പോവുകയാണ്. ഭോപ്പാലിൽ എത്തുമ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം നടന്നിരിക്കുന്നത്. ഇത് വേറൊരു കോ പാസഞ്ചറുടെ അടുത്ത് കൂടെ ഞാൻ കൊടുക്കാം. അവര് കുറച്ചും കൂടെ നന്നായി പറയും. ഹലോ, എങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ? ശരിയാകുന്നില്ല അല്ലേ? സർ തമിഴ് പേസുവീங்களா? ഹലോ, ഇപ്പോഴത്തെ പ്രശ്നം എന്നാ പ്രശ്നം? ஆக்சுவலி இந்த ட்ரெயின் வந்து 12618 ஹசரத் நிசாமுதீன்லேருந்து எர்ணாகுளம் போகிற ட்ரெயின். காலையில் 5:35க்கு வந்து நிசாமுதீன்லேருந்து ட்ரெயின் எடுத்ததுலேருந்து AC வந்து பார்த்திங்கன்னா ஒரு ஹாஃப் அன் ஹவர் இல்லைன்னா ஒரு 10 மினிட்ஸில் வந்து ஆஃப் ஆகிட்டே இருந்துச்சு, ட்ரிப் ஆகிட்டே இருந்துச்சு. ஆக்சுவலாக AC மெக்கானிக்கிட்டேன்ட்டு போயிட்டு சொன்னதுக்கு அவங்க வந்து செக் பண்ணும்போது என்னென்னா வோல்டேஜ் ப்ராப்பராக வரல. இங்கேருந்து கார்டுக்கும் கூப்பிட்டு இன்ஃபார்ம் பண்ணியாச்சு. கிட்டத்தட்ட நாங்கள் 2 ஹவர்ஸ் மேலே வந்து ஃபாலோ பண்ணிகிட்டு இருந்தோம். எந்த ரெஸ்பான்ஸும் கிடைக்காதனால ரொம்ப பேசஞ்சர்ஸ் வந்து ரொம்ப டென்ஷன் ஆகி ஒரு கிட்டத்தட்ட ரொம்ப ஃபீல் பண்ணாங்க. அதுக்கப்புறம் தான் என்ன பண்ணோம், பின்னால வந்து நின்ன முன்னாடி ஸ்டேஷன் மேனேஜர்கிட்ட நான் போய் கம்ப்ளைண்ட் பண்ணேன். அவங்க என்ன பண்ணாங்க, அவங்க TT கார்டுக்கு எல்லாம் கால் பண்ணாங்க. எந்த ரெஸ்பான்ஸும் கிடைக்கல. உடனே என்னன்ற 5 மினிட்ஸில் சிக்னல் கிடச்சிருச்சு. சிக்னல் கிடச்ச முன்னாடி ட்ரெயின் மூவ் ஆச்சு. ட்ரெயின் உடனே